നമസ്കാരം. മനുഷ്യരെ പോലെ തന്നെ ജീവിതം ആഗ്രഹിക്കുന്നവരാണ് പക്ഷികൾ. അപ്പോൾ അവയ്ക്കായി ഞങ്ങൾ നിർമ്മല സ്കൂളിലെ ജൂനിയർ മെമ്പേഴ്സായ കുട്ടികളുടെ വക പറവകൾക്കായി ചെറിയൊരു പാഠം. പഠനോത്സവവുമായി ബന്ധപ്പെട്ട് ഗണിതശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ട ചില പരിപാടികളാണ് ഞങ്ങളിവിടെ നടത്താൻ പോകുന്നത്. ഞങ്ങളിന്നിവിടെ ഗണിത രൂപങ്ങളെ പറ്റിയുള്ള ഗണിത പാട്ടാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. കൂട്ടുകാരെ വന്നിടുവിൻ പാട്ടുപാടി പഠിച്ചിടാൻ കൂട്ടുചേർന്ന് ഗണിതത്തെ പാട്ടിലാക്കിടാം. എതിർവശം തുല്യമായ ചതുർഭുജം ചതുരവും നാലുവശം തുല്യമായ സമചതുരം. ചതുരത്തിൽ 4 കോണുകളും ഉണ്ട്, പിന്നെ അവ എല്ലാ കോണുകളും മട്ടകോണുകളാണ്. അഞ്ചു വശമുള്ള രൂപം പഞ്ചഭുജമല്ലോ, പിന്നെ 6 വശമായ ഷഡ്ഭുജങ്ങളും. ഏഴു വശമുള്ള രൂപം സപ്തഭുജം എന്ന പേര് അഷ്ടഭുജമായ 8 വശങ്ങളാണ്. വശങ്ങളില്ലാത്ത രൂപം വൃത്തം എന്ന പേരിലാണ്. വശങ്ങൾ അനന്തമാണ് എന്ന് പറയാം. ഗണിത വിഭാഗത്തിലെ കണക്കിലെ കുസൃതി എന്ന ക്വിസ് മത്സരമാണ് ഇവിടെ നടത്താൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിൽ ഉത്തരം അറിയുന്നവര് കൈകൊട്ടിയിട്ട് ആൻസർ പറയും. ഒന്നാം ചോദ്യം, ചില ഇംഗ്ലീഷ് മാസങ്ങൾക്ക് 31 ദിവസങ്ങളും മറ്റു ചില മാസങ്ങൾക്ക് 30 ദിവസങ്ങളും ഉണ്ട്. എന്നാൽ എത്ര മാസങ്ങൾക്കാണ് 28 ദിവസങ്ങളുള്ളത്? എല്ലാ മാസത്തിലും 28 ദിവസം. റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, 1-നും 100-നും ഇടയിൽ എത്ര ഏടുകളുണ്ട്? ഇത് ആലോചിച്ച് കണ്ടുപിടിക്കുക. 1-നും 100-നും ഇടയിൽ എത്ര ഏടുകളുണ്ട്? ആൻസർ അറിയാത്തതുകൊണ്ട് ആ പോയിന്റ് ക്വിസ് മാസ്റ്റർക്ക് പോവാണ്. അപ്പോൾ 20 ഏടുകളുണ്ട്. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 100-ൽ നിന്ന് 1 എത്ര തവണ കുറയ്ക്കാം? 100 എന്ന നമ്പറിൽ നിന്ന് 1 എത്ര തവണ കുറയ്ക്കാം? ആക്കിയത് കുറച്ച് കുസൃതിപരമായി ആലോചിച്ച് കിട്ടും. സിമ്പിളാണ്. 1 തവണ. യെസ്, റൈറ്റ് ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 10 മിനിറ്റ് കൊണ്ട് 10 പേരൊക്കെ 10 മിനിറ്റ് ഒരാൾക്ക് ഒരു പേരെ പറയാൻ എത്ര സമയം വേണ്ടി വരും? അറിയോ? പറയത്തോട് അതും മക്കൾക്ക് പോയേക്കാണ്. 10 മിനിറ്റ് തന്നെയാണ് എല്ലാവരും വേണ്ടത്. കാരണം 10 പേർക്ക് 10 മിനിറ്റ് സഞ്ചരിക്കാനായിട്ട് വേണമെങ്കിൽ എല്ലാവരും ഒരുമിച്ചാണല്ലോ കൊണ്ടത്. 10 മിനിറ്റ് മതിയാകും. 11-ൽ കൂടി 2 കൂട്ടുമ്പോൾ കിട്ടുന്നത് എഴുതി.
പ്രത്യയശാസ്ത്രത്തിൽ ഒരുപാടധികം ഇന്ദ്രജാലങ്ങളും തന്ത്രവിദ്യകളും ഒരുപാടുണ്ട്. അതിനുള്ള ഒരു മാജിക്കാണ് എല്ലാവരും. അപ്പോ പ്രതീക്ഷയാണ് നമ്മുടെ കണ്ടസ്റ്റന്റ്. ഒരു മൂന്നക്കമുള്ള ഒരു സംഖ്യ ഇഷ്ടമുള്ളത് എനിക്ക് എഴുതാൻ ഇഷ്ടമുള്ള ഒരു മൂന്നക്ക സംഖ്യ. ഇനി നീ ആ മൂന്നക്ക സംഖ്യ തിരിച്ചിടാം. അതായത് ആദ്യത്തെ സംഖ്യ അവസാനത്തേക്കും അവസാന സംഖ്യ ആദ്യത്തേക്കും തിരിച്ചിടാം. എന്നിട്ട് രണ്ട് സംഖ്യ കിട്ടിയിട്ടാവല്ലോ. ഇതിലെ വലിയ സംഖ്യയിൽ നീ ചെറിയ സംഖ്യ കുറയ്ക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരത്തിന് മോളാണ് നമ്മുടെ മാച്ച് ചെയ്യുന്നത്. ഈ ഉത്തരം മൂന്നക്ക സംഖ്യയാണോ രണ്ടക്ക സംഖ്യ? മൂന്നക്ക സംഖ്യയാണ്. അപ്പൊ നമുക്ക് അതിലെ ആദ്യത്തെ സംഖ്യ എഴുതാൻ പോകണം. ആദ്യ സംഖ്യ എഴുതാൻ പോവാണ്. ഇനി ഞാൻ എൻ്റെ ഒരു സഹായത്തോടാണ് ആ സംഖ്യയുടെ ഒന്നാമത്തെ സംഖ്യ ഇനി പറഞ്ഞു. അപ്പോ ഇനി നമുക്ക് നമ്മുടെ മാച്ചിലേക്ക് കണ്ടാം. ഞാൻ ഇനി മുഴുവൻ സംഖ്യയും ഇതിലേക്ക് എഴുതാൻ പോകണം. നിനക്ക് ആ സംഖ്യ ഓഡിയൻസിനെ കാണിക്കാം. എന്നിട്ട് ഈ പേപ്പറുള്ള സംഖ്യ കാണിക്കാം. जुबानी सुना मुझे प्यार हुआ था, इकरार हुआ था। कहानी सुना जुबानी सुना मुझे प्यार हुआ था, इकरार हुआ था। मुझे प्यार हुआ था, इकरार हुआ था। तमन्ना हमें तुमने अपना बनाए, तेरी हाथों पे मेहंदी अपने नाम की सजाए। तेरे ले बलाए, तेरे सदके उतारे, ये तमन्ना हमें तुमने अपना बनाए। नहीं मुश्किल वफा जरा देखो यहाँ, तेरी चाहत में कितना फसाना हुआ। तेरे आने की खुशबू, तेरे जाने का मंजर, मुझे मिलना पड़ेगा अब ज़माना हुआ। जफ़ाएं सुनो, सदाएं सुनो, मुझे प्यार हुआ
लब आती है दुआ बन के तमन्ना मेरी, जिंदगी शम्म की सूरत हो खुदाया मेरी, लब आती है दुआ बन के तमन्ना मेरी। मैं हिबा हूँ, मैं 8वीं जमात में पढ़ती हूँ। दिल में खुदा का होना लाजिम है एक बार, सजदों में पड़े रहने से जन्नत नहीं मिलती। എന്തിനാ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു ദുരിതം?
सभाय मम विषयः भवति लहरी तम् अधिष्ठाय प्रभाष्ये जून् मासे 26 भवति आगोललहरीविरुद्धदिनं लहरी वस्तूनाम् उपयोगं निवारणार्थं जनान् बोधयितुम् एतद्दिनम् आचरेत् 97-900 वर्षे एव ऐक्यराष्ट्रसङ्घटनया अस्य दिनस्य लहरीविरुद्धदिनम् इति निश्चितम् अद्य लोके मनुष्याणां महाशत्रुः लहरीदायक औषधानि एव अस्य उपभोगः दिने दिने वर्तमानरूपेण दृश्यते एषा अवस्था मानवपुरोगत्याः विघातमेव का भवति अस्मिन् विषये अस्माकं केरलदेशस्य अवस्था आरोग्य विद्याभ्यासादि मेखलासु केरलदेशः अपरान् भारतदेशान् अतिरिच्य उन्नतस्तरे भवति अस्मिन् विषये अस्माकम् अभिमानं वर्धितमेव परन्तु लज्जावहरूपेण भवति अस्माकं देशस्य लहरी उपभोगसूचिका एषा सूचिका भारतराष्ट्रस्य एव उन्नतश्रेण्यां भवति एषा नगरी अतिशयोक्ति वस्तुता एव समीपकाले अस्माकं केरलदेशे सञ्जातः सम्भवः अहं वदामि यदि परिस्थितिने त्रयः युवानः कञ्चाविधि प्रसिद्धा शिवमूली इति अपरनामयुक्ताम् औषधीमेव लोपितवन्तः लहर्यधीनेन युवकेनैव एषा दुर्घटना दुस्थितिः च सञ्चालिता यूयमपि एषां वार्तां श्रुतवन्तः आघातमेव एतत् मानवस्य जीवने सर्वाः वार्ताः समानाः रूपाः अस्माभिः श्रूयन्ते लहर्यधीनाः दरिद्रशते युवानः अस्मिन् काले लिङ्गभेदं विना एव लहर्यः स्वाधीनं युवजनेषु प्रभावितम् अस्ति सुरा लहरी पदार्थाः च समूहे नाशं विदार्य तस्य विक्रेतारः महाधनिकाः सम्पाद्यमानाः भवन्ति अद्यतन श्रूयमाणेषु वार्तानि मेरा नाम अनरेयस। यहाँ मैं श्रीमती वंदना टेटे द्वारा लिखित कविता कब तक गाना जा रहा हूँ। कब तक चूहते रहोगे अपनी पहचान जानने के लिए दूसरे का मुख,
और कब तक आश्रय में रहोगे कि कोई आए और तुम्हारे लिए लड़े? कब तक खुश होते रहोगे कि उनकी कहानी में तुम्हारा जिक्र है, कि तुम्हारा इतिहास तुमने नहीं उसमें लिखे है? कब तक चाहते रहोगे अवतारों के आगमन की बाट की हो सके तुम्हारा उधर? क्यों करेगा कोई तुम्हारा व्यक्ता की निराकरण अपनी व्यक्ता बढ़ाने के लिए? इसलिए बदलो कि समय बदल चुका है, नहीं देता अब कोई अपना निवाला, नहीं देता अपना गाड़, और नहीं रखता कोई अपने सर पर जूती, कि आत्मसम्मान सा बड़ी कोई चीज़ नहीं होती। धन्यवाद। जीवन परिचय प्रेमचंद। मुंशी प्रेमचंद जी का जन्म सन 1880 में वाराणसी जिले के अंतर्गत लम्ही नामक एक छोटे सी गांव में हुआ था। इनके बचपन का नाम धनपत राय था। प्रेमचंद जी पहले उर्दू में नवाब राय के नाम से कहानियाँ लिखते थे। बाद में जब हिंदी में आए तो प्रेमचंद नाम से कहानियाँ लिखने शुरू की। इनके पिता का नाम अजायब राय और माता का नाम आनंदी देवी था। प्रेमचंद ने अपने लेखन की शुरुआत पहले उर्दू में नवाब राय के नाम से की, बाद में हिंदी में लेखन लगे। उन्होंने अपने साहित्य में किसानों, दलितों, नारियों की वेदना और वर्ण व्यवस्था की कुरीतियों का मार्मिक चित्रण किया। नमस्ते, मेरा नाम द्राविड। आज का समाचार। बाइकिंग में लगती समस्या से निपटने के लिए आरबीआई का बड़ा कदम ओएमओ के जरिए खरीदे जाएंगे लाख करोड़ की सरकारी बॉन्ड। 2050 तक हर तीसरा भारतीय होगा मोटापे का शिकार। विकसित पंचायतों के माध्यम से विकसित भारतों के लक्ष्य में मिलेगा योगदान। आदर्श महिला हिदैषी ग्राम पंचायत। हिमाचल के मैदानों में इलाकों में शीतलहर से बड़ी ठंड, 5 शहरों का -12। Present here. Today I am here to deliver a speech about education. It is usually a belief that education is the foundation for the all-round development of an individual's personality. Life is based on development, and that developing and growing is life. Hence, education is the process of man-making, and it is necessary for all. If we describe this point of view into the perspective of English, we can sum up that it is the all-round development of the individual's personality. So, I'm concluding my words. Thank you. A very good afternoon to all. Today, I'm going to recite a wonderful poem. My name is Jasmine Junaid. Dare to Dream by Wendy Silva. Close your eyes and let your imagination fly away. See a picture of where you wish to be one day. Let the colors of your heart take command to paint the picture of your dream and place it in your hand. Hold on tight, knit your way, but allow it room to grow. When you reach your dream, open your hand and let it go. Close your eyes and search for another. Never stop searching, achieving, letting go. For that's what dreams are for. Thank you. And Junior, I must borrow some money to court costume. Dear son, my ships are at sea. We must sink alone. Let us go to Shiloh. Very well. I demand justice. I want a pound of flesh, not money. What's your name? I am Shane. Of a strange nature you to follow. Yet such a situation, Venetian law cannot challenge you to take me. It is no good, a pound of flesh. The bond does give you hell, not jot of blood. The words expressively are a pound of flesh. Take then your bond and take you your pound of flesh. But in cutting,